ഹായ് എവരി വൺ. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കൺവെർജൻസ് ടു IFRS എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ASB ഇൻ ഇന്ത്യ. BCom 2017 ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സുമാണ് ചോദിച്ചിട്ടുള്ളത്. ASB വാസ് സെറ്റപ്പ് ബൈ ദി കൗൺസിൽ ഓഫ് Institute of Chartered Accountants of India in India on 21st April 1977. ICAI എന്ന് പറയുന്ന അതോറിറ്റിയാണ് ASB ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 1977 ഇത് ഡെവലപ്പ് ചെയ്തത്. The main function of ASB is to formulate accounting standard. ഈ ASB നിലവിൽ വന്നത് തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. To harmonize the diverse accounting policies and practices in India. ഇന്ത്യയിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പോളിസി പ്രാക്ടീസസ് ഇതെല്ലാം ഹാർമോണൈസ് ചെയ്യുന്നതിന് ഈക്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ASB രൂപീകൃതമായിട്ടുള്ളത്. While formulating accounting standard, the ASB will take into consideration the applicable laws, customs, usage and business environment prevailing in India. ASB ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ്, കസ്റ്റംസ്, യൂസേജ് അതുപോലെ തന്നെ നമ്മുടെ എക്കോണമിയിലെ ബിസിനസ് എൻവിറോൺമെൻറ്റും എല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ASB. ഫസ്റ്റ് വൺ, ഡിറ്റർമൈൻ ദ ഏരിയാസ് ഇൻ വിച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നീഡ് ടു ബി ഡെവലപ്ഡ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവാണ് ഏതെല്ലാം ഏരിയയിലാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓരോ ഏരിയയും കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവിടെ എവിടേക്കാണ് കൂടുതലായിട്ട് ഇനി ഡെവലപ്മെന്റ് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട നടപടികൾ ASB എടുക്കുന്നുണ്ട്. സെക്കൻഡ് വൺ, ടു ഇൻക്രീസ് ദ റിലയബിലിറ്റി ഓഫ് ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നതിന് പ്രാധാന്യം, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൂടുതൽ സുതാര്യതയോടെ നടപ്പാകുന്നത് അക്കൗണ്ടിംഗ് വർക്കുകൾ ചെയ്യുന്നതിനുമൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ റിലയബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ ASBക്ക് കഴിയുന്നുണ്ട്. തേർഡ് വൺ, ടു പ്രൊവൈഡ് സ്യൂട്ടബിൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ അക്കൗണ്ടിംഗ്. അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഡെവലപ്പ് ചെയ്യാൻ ASBക്ക് കഴിയുന്നുണ്ട്. നെക്സ്റ്റ്, ASB ഹാസ് ടു ഇഷ്യൂ ഗൈഡൻസ് നോട്ട്സ് ഓൺ AS. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ്, ഗൈഡൻസ് എങ്ങനെയെല്ലാമാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതും കൂടെയാണ് ASBയുടെ ഒരു ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്, ടു റിവ്യൂ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അറ്റ് പീരിയോഡിക്കൽ ഇൻ്റർവെൽസ്. അതുപോലെ തന്നെ ഡേ ടു ഡേ ചേഞ്ചസ് അല്ലെങ്കിൽ ഓരോ ടൈം ഇൻ്റർവെല്ലുള്ള ചേഞ്ചിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താനും അത് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് ടൈം ടു ടൈം ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഗൈഡൻസ് ഓൺ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന് വേണ്ടിയിട്ട് നിരന്തര മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഇൻ്റർപ്രിട്ടേഷനും ഗൈഡൻസും കൊണ്ടുവരിക എന്നതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്, ടു ഗീവ് ക്ലാരിഫിക്കേഷൻ ഓൺ ഇഷ്യൂവൻസ്. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയാനുള്ളത്. ലാസ്റ്റ് വൺ, ടു ക്വാരി ഔട്ട് സച്ച് അതർ ഫങ്ഷൻസ് റിലേറ്റിംഗ് ടു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ് ASBയുടെ. അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫങ്ഷൻസും നടപ്പിലാക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ്, functions of accounting standard board. The main function of accounting standard board is to formulate accounting standards. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് നിലവിൽ വരാനുണ്ടായ സാഹചര്യം തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയോട് കൂടിയാണ്. Second one, while formulating of accounting standard, ASB has to consider applicable laws, customs, social and business environment. ഇതും നമ്മൾ ASBയുടെ ഒബ്ജക്റ്റീവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് നമ്മുടെ ഇന്ത്യൻ കൺട്രിയിലാണെങ്കിൽ അവിടെയുള്ള അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ്, കസ്റ്റംസ്, സോഷ്യൽ അതുപോലെ തന്നെ ബിസിനസ് എൻവിറോൺമെന്റ് ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. Next, actively promote to facilitating global harmonization of accounting standard.
ഇങ്ങനൊരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഗ്ലോബൽ ഹാർമോണൈസേഷൻ അഥവാ ലോകത്തിൽ എല്ലായിടത്തും ഒരുപോലെയുള്ള ഒരു പോളിസി കൊണ്ടുവരാൻ കഴിയുന്നു. Next, to persuade the accounting professionals to adopt accounting standards in the preparation and presentation of financial statements. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ASB അക്കൗണ്ടിംഗ് പ്രൊഫഷണൽസിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്തിന്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൂടുതൽ കൃത്യതയോടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വഴി ആയിരിക്കണം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷൻ എന്നുള്ളത്. നെക്സ്റ്റ്, ടു റിവ്യൂ ഓൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫ്രം ടൈം ടു ടൈം. ഓരോ പ്രാവശ്യങ്ങളിലായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതിനനുസരിച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകളും മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷൻ പറയാനുള്ളത്. ലാസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഗൈഡൻസ് ഓൺ ഇഷ്യൂ അറൈസിംഗ് ഫ്രം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡൻസ്, അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് FASB? BCom 2019 ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഈസ് എ പ്രൈവറ്റ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി. FASB എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. USA ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് FASB എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1972, സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഇൻ 1973. 1972 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുണ്ടെങ്കിലും 1973 ഇതിന്റെ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. The primary purpose is to establish and improve generally accepted accounting principles, GAAP principles, within the United States in the public interest. പബ്ലിക് ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ USA-യിൽ GAAP പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. It establishes financial accounting and reporting standards for public and private companies. അതുപോലെ തന്നെ പബ്ലിക് കമ്പനികൾക്ക് വേണ്ടിയിട്ടും പ്രൈവറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടും ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയാനുള്ളത്. The Securities and Exchange Commission (SEC) designated the FASB as the organization responsible for setting accounting standards for public companies in the US. USA-യിലുള്ള പബ്ലിക് കമ്പനീസിന്റെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ ക്വാളിറ്റിയും മറ്റും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് SEC സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയുന്ന അതോറിറ്റിയാണ് FASB ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത്, അഥവാ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത്രയുമാണ് FASBയെ കുറിച്ചിട്ട് പറയാനുള്ളത്.